നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് കുക്കറിൽ പുലാവ് ഉണ്ടാക്കാം. പനീറും ചേർത്തിട്ട് അതിനുവേണ്ടി 2 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകി വെക്കാം. ആദ്യം തന്നെ ഇനി 2 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എടുക്കണം. ബിരിയാണി റൈസ് ഇല്ലെങ്കിൽ നെയ്ച്ചോറുണ്ടാക്കുന്ന റൈസായാലും മതി. 6 ഗ്ലാസ് വെള്ളം എടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം ചൂടാക്കാം. കുറച്ച് വെള്ളം ചൂടായി ഇനി മാറ്റി വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി തക്കോലം, കറുവപ്പട്ട, ഇത് മസാല ഇല, ഇനി 3 വലിയ സവോള അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളി ബ്രൗണായി വന്ന് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസാണ് തക്കാളി. അതുപോലെ ഇളക്കി ഇനി പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, 1 ക്യാരറ്റാണ്, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം 3 എണ്ണം, ബീൻസ് കുറച്ച്, കോളിഫ്ലവർ, പിന്നെ ഇത് പച്ചപ്പട്ടാണിയാണ് ഫ്രീസറിൽ വെച്ചത്. ഇനി അടുപ്പത്ത് 4 മുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അധികം എരിവില്ലാത്തതാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക. ആദ്യം ക്യാപ്സിക്കം ചേർത്ത് ഒരു പച്ചമണം പോകാൻ വേണ്ടി ആദ്യം തന്നെ അടുപ്പത്തിട്ടതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് വാടി വന്ന് ഇനി ബാക്കി ഉള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി പട്ടാണി കടലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി ഇനി ഗരം മസാല 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഗരം മസാല ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ തൈര് 2 ഈ സ്പൂണിന് ടേബിൾ സ്പൂണിന് 2 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മിസ്സായിപ്പോയി. നിങ്ങൾ എന്തായാലും ചേർക്കണം, അല്ലെ പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. ഇനി കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക അടുപ്പത്ത്, എന്നിട്ട് ഇളക്കി കൊടുക്കുക. എപ്പോഴും ചോറും കറിയും കഴിച്ച് മടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും. ഇനി ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടെന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ചെറിയ സ്പൂണിന് ഒന്ന് ഇളക്കി കുറച്ച് മല്ലിയില കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. കുക്കറിൻ്റെ അടപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓയിൽ പുരട്ടിയാൽ പരിപ്പായാലും ചോറ് വെക്കുമ്പോഴായാലും എന്തെന്ന് വെക്കുമ്പോഴായാലും ഇങ്ങനെ പുറത്തേക്ക് വരില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അടുപ്പിട്ട് കൊടുത്ത് 2 വിസിൽ വരുത്തണം.
2 വിസിൽ വന്ന് നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ തണുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, തീരെ വന്നില്ലല്ലോ, തിളച്ച് വന്നിട്ടേ ഇല്ല, ഒന്നും വെള്ളമൊന്നും വന്നിട്ടില്ല. അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. ചീഞ്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തെടുക്കാം. മൂത്ത് വന്ന് ഒന്ന് കോരിയെടുക്കാം. ഇനി കുറച്ച് പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നെയ്യിൽ ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് ചേർത്ത് കൊടുക്കുക. പനീറിന് അധികം വേവൊന്നും ഇല്ലാത്തതാണ്. ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേന്. തുറക്കാം. പനീർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളെ പുലാവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളെ പുലാവ്. ഇനി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് കണ്ട അധികം വെള്ളമൊന്നും ആയിട്ടില്ല, നല്ലതായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.